സരസ് മേളയിലെ കുടുംബശ്രീ മെഗാ ഭക്ഷ്യമേളയിൽ കാടിറങ്ങി വന്ന അട്ടപ്പാടിയിലെ വനസുന്ദരിക്ക് ആവശ്യക്കാർ ഏറെയാണ്. അട്ടപ്പാടി കൂക്കമ്പാളയം ആദിവാസി ഉന്നതിയിലെ രുചി പൂരം കുടുംബശ്രീ അംഗങ്ങളായ അമല, അഭയകുമാർ, സരോജിനി, വിജികി എന്നിവരാണ് ഇത് തയ്യാറാക്കുന്നത്. പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിനയും കാട്ടുജീരകവും ചില പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കല്ലിൽ വെച്ച് പൊളിച്ച് ചതച്ചെടുത്താൽ വനസുന്ദരി റെഡി. അട്ടപ്പാടി ഊരുകളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചിക്കൂട്ട്. പച്ചനിറത്തിൽ തീന്മേശയിലേക്ക് എത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ തനത് വിഭവമാണ്. സരസമേള കാണാൻ വന്നതാണ്. ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇന്ത്യയിലെ തന്നെ വേറെ വേറെ സ്റ്റേറ്റുകളിൽ നിന്ന് ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഞങ്ങളിപ്പോ പഞ്ചാബ് സ്റ്റാളിൽ നിന്ന് ഒരു പാനിപ്പൂരി ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങള് സിക്കിം മോമോസ് ട്രൈ ചെയ്തു, അടിപൊളിയാണ്. ഇനി ഇവിടെ അട്ടപ്പാടി വനസുന്ദരി എന്ന് പറഞ്ഞൊരു സംഭവം, അത് കഴിക്കാൻ പോവാം. സൂപ്പറാണ്. മസാലപ്പൊടികൾ ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ഈ വിഭവം ആരോഗ്യദായകമാണെന്നാണ് പ്രത്യേകത. വനസുന്ദരി ചിക്കനാണ്. വനസുന്ദരി എന്ന് പറയുമ്പോൾ ഇതിലൊരു നാച്ചുറലായിട്ട് നമ്മുടെ നാടൻ ഡിഷാണ്. നമ്മൾ ഓയിലോ കടയിലത്തെ മസാലക്കൂട്ടോ ഒന്നുമില്ല. അതിന് നാടൻ പച്ചമുളക്, കാന്താരി, പച്ചക്കുരുമുളക്, കാട്ടുകുരുമുളക്, അട്ടപ്പാടി കിട്ടുന്ന ഒരു കോഴി ജീരകം, ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മല്ലി പുതിനൊക്കെ ചപ്പായിട്ടാണ് എടുക്കണേ. ഇതൊക്കെ റെഡിയാക്കി ഇഞ്ചി, വെളുത്തുള്ളി, അപ്പൊ നമ്മൾ തക്കാളിക്ക് പകരം നമ്മൾ നാരങ്ങ നീര്. ഒരു പ്ലേറ്റിന് 200 രൂപയാണ് വില. റെസ്റ്റോറന്റുകളിൽ ലഭ്യമല്ലാത്ത വനസുന്ദരിക്ക് തിരക്കേറുകയാണ്. കുടുംബശ്രീ സരസ് മേളയുടെ ഫുഡ് കോർട്ടിലാണുള്ളത്. ഇന്ന് ഇവിടെ നിന്ന് കഴിക്കുന്ന വനസുന്ദരിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. യാതൊരു വില പാർശ്വഫലങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇതിനകത്ത് മസാല ഇല്ല, എണ്ണയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ഫുഡാണ്. വളരെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു ഫുഡാണ് വനസുന്ദരി. എന്തായാലും കുടുംബശ്രീ സരസ് മേളയുടെ ഫുഡ് കോർട്ടിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കും.